വാരാന്ത്യ കൗമുദി വെളുപ്പിച്ചാൽ മയക്കൻ വെളുക്കുമോ? ആരാണ് ഈ ബെനറ്റ് എബ്രഹാം? ഇദ്ദേഹം ഒരു മയക്കനാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കേരള കൗമുദി വാരാന്ത്യത്തിൽ ഒരു ഫുൾ പേജ് ഈ തീവട്ടിക്കൊള്ളക്കാരനെക്കുറിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് അച്ചടിച്ചു വന്നിരുന്നു. ഇവൻ ആരാ എന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ പത്രത്തിന് പരസ്യ വരുമാനം കുറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഫുൾ പേജ് കളർ പടമൊക്കെ വെച്ച് പടച്ചുവിട്ടത് എന്ന് ഒരു സംശയമുണ്ട്. ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധനും ക്രിമിനലും കൊള്ളക്കാരനുമായ ഒരുത്തനെ വെച്ചിട്ടാണ് ഈ ഫീച്ചർ തയ്യാറാക്കിയത് എന്ന് പറയുമ്പോൾ കെ സുകുമാരൻ എന്ന പത്രാധിപരുടെ ഇത്രയും പാരമ്പര്യമുള്ള ഒരു പത്രം കൂടി കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഇവനെപ്പോലുള്ള തീവട്ടിക്കൊള്ളക്കാരന്മാരുടെ PR വർക്കിൻ്റെ ഭാഗമാണ് എന്ന് പറയട്ടെ. വാരാന്ത്യ കൗമുദിയിൽ പണ്ടൊക്കെ മഹാരഥന്മാരായ ആളുകളെക്കുറിച്ചുള്ള ഫീച്ചറുകളാണ് വന്നിരുന്നത്. അത് വായിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം വായനക്കാരും അതിനോടൊപ്പം അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സ്ഥലത്താണ് ഇവനെപ്പോലുള്ള തെമ്മാടികളുടെ വിജയഗാഥകൾ പാടി പുകഴ്ത്തുന്നത് എന്നുള്ളത് ഗതികേടാണ് ഈ പത്രത്തിൻ്റെ. ഇവൻ്റെ പേരിൽ വന്നിട്ടുള്ള മാധ്യമ വാർത്തകൾ നോക്കുക. അതുമാത്രമല്ല, ഇവൻ്റെ പേരിലെടുത്തിട്ടുള്ള നിരവധി കേസുകളുണ്ട്. അതിൻ്റെ FIR ഇവയൊക്കെ ഇതാ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ കാട്ടുകളെ കുറിച്ചാണ് പത്രം ഇങ്ങനെ വെളുപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാമോ? സത്യത്തിൽ അപ്പോൾ ഇവനെ ആർക്കും അറിയാൻ പാടില്ലാത്തല്ല. കാരണം കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ തട്ടിപ്പുകാരനെ അറിയാം. അപ്പോൾ ഇങ്ങനെയൊരു ഫീച്ചർ വന്നത് പത്രത്തിന് പരസ്യ വരുമാനം നേടിയെടുക്കുവാൻ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1911 സ്ഥാപിച്ച മലയാളത്തിലെ ദിനപത്രമാണ് കേരള കൗമുദി. 1911 CV കുഞ്ഞിരാമനും K സുകുമാരനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ കേരള കൗമുദി എന്ന് പറയപ്പെടുന്ന സ്ഥാപനം ആരംഭിച്ചത്. സ്ഥാപക പത്രാധിപരായിരുന്നു K സുകുമാരൻ. ആ വലിയ പാരമ്പര്യമുള്ള ഏകദേശം 130ഓളം വർഷം പഴക്കമുള്ള ഒരു മാധ്യമം ഇവനെ പോലുള്ള പരമചറ്റകളെ വെല്ലുവിളികളെ തോൽപ്പിച്ച വിജയഗാഥ എന്ന ഫ്യൂച്ചർ കാണുമ്പോൾ സത്യത്തിൽ മലയാളിക്ക് ഓക്കാനം വരുന്നുണ്ട്. പുച്ഛം തോന്നും. ഇതുപോലുള്ള കാട്ടുകള്ളന്മാർക്ക് പരവതാനി വിരിച്ചു കൊടുക്കുവാൻ മാത്രം അധപ്പതിച്ചു പോയോ പത്രാധിപർ K സുകുമാരൻ്റെ ഈ പത്രത്തിന് എന്ന് തോന്നിപ്പോകും. ഇത്തരത്തിൽ ഇത്രയും തീവട്ടിക്കൊള്ളകളും നടത്തിയിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ PR പണികളുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവന് ചൂട്ടുപിടിക്കുന്ന സമീപനം ഒരിക്കലും ഇതുപോലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് മഹിമയല്ല എന്ന് പറഞ്ഞോട്ടെ. ഇവനൊരു ഭൂലോക ഫ്രോഡാണ്. CSI വിശ്വാസി സമൂഹത്തിൻ്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രം ഇന്നും ഒരു കുലംകുത്തി ജീവനക്കാരനായി തുടരുന്ന ഒരു തീവട്ടിക്കൊള്ളക്കാരനാണിവൻ. ഡോക്ടർമാരുടെ സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നവൻ. 2016 ROC നടത്തിയ അന്വേഷണത്തിൽ CSI TO, അതായത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യൻ ട്രസ്റ്റ് അസോസിയേഷൻ, അവരുടെ ചട്ടങ്ങൾ സ്വയം തിരുത്തിയും ലക്ഷം കോടി രൂപകൾ കൊള്ളയടിച്ചതിന് 4ാം പ്രതിയാണിവൻ. CSI കുട്ടികൾക്ക് അർഹതപ്പെട്ട MBBS സീറ്റുകൾ വ്യാജ ബിഷപ്പിനെ കെട്ടിയിറക്കി വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി സീറ്റ് മെട്രിക് സംവിധാനം അട്ടിമറിച്ച് ലക്ഷം കോടികൾ തട്ടിയെടുത്തതും ഇവനാണ്. പൊതുസമൂഹത്തെ വഞ്ചിച്ചവനാണ് ഈ വൃത്തികെട്ടവൻ. അപ്പോൾ ഇവനെതിരെ നിലവിൽ ഹൈക്കോടതിയിൽ EDയുടെയും ക്രൈംബ്രാഞ്ചിൻ്റെയും കേസുകളൊക്കെ തുടർച്ചയായിട്ട് അവിടെ തുടരുകയാണ്. CSI 2015-17 ട്രഷററായിരുന്നപ്പോൾ അശരണരായിട്ടുള്ള ഡിസേബിൾ കുട്ടികൾക്കായിട്ട് വിദേശത്ത് നിന്നും വന്ന 10 കോടി രൂപ തിരിമറി നടത്തിയതിന് ED അന്വേഷണം തുടരുന്നവനാണിവൻ. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് EDയിൽ മറ്റൊരു കേസ് നിലനിൽക്കുന്നവനാണിവൻ. ഇനി മറ്റൊന്നുകൂടി പറഞ്ഞോട്ടെ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് സ്വന്തമാക്കുന്നതിലേക്കായിട്ട് CPIക്ക് കോഴ കൊടുത്തും ആ ഇലക്ഷനിൽ അവഹേളന തോൽവി സമ്മാനിച്ച പെരുങ്കള്ളനാണിവൻ. ബാംഗ്ലൂർ വ്യവസായിയിൽ നിന്നും 7.5 കോടി തട്ടിയെടുത്തതിന് ഇന്നും കണ്ടീഷൻ ബെയിലിൽ തുടരുന്ന പെരുങ്കള്ളൻ. ചെന്നൈയിലെ വിവിധ EOW കോടതികളിൽ ആ കോടതികൾ, അതായത് ഈ എക്കണോമിക് ഒഫൻസ് വിങ് എന്ന് പറയപ്പെടുന്ന കോടതികളിൽ ഈ CSI TA ഫണ്ടുകൾ കൊള്ളയടിച്ചതിന് ഇന്നും വിചാരണ നേരിടുന്ന കുലംകുത്തിയാണിവൻ. മെഡിക്കൽ കോളേജിലെ വിവിധ തരത്തിലുള്ള ഫ്രോഡ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. AMC കോഴ നൽകി വിവിധ കാര്യങ്ങളൊക്കെ തരപ്പെടുത്തിയെടുത്തതിന് വേണ്ടിയിട്ട് CBI അന്വേഷണം വരാൻ പോകുന്നു. ആ CBI അന്വേഷണം നേരിടുന്നവൻ മയക്കൻ. നിലവിലെ സുപ്രീം കോടതിയിലെ SFIO അന്വേഷണ കേസിൽ SFIO വന്നാൽ CSI സമൂഹത്തിൽ നിന്നും ആദ്യം പൊക്കിയെടുക്കുന്ന ഭൂലോക ഫ്രോഡാണ് ഈ മയക്കൻ. CSIക്ക് യോഗ്യതയില്ലാത്ത കോൺട്രാക്ടർക്ക് നിർമ്മാണ പ്രവർത്തനത്തിനും
മെഡിസിൻ ഇടപാടുകൾക്കും സഭാസമ്പത്ത് കൊള്ളയടിച്ചതിനും 300 കോടിയിലധികം ബാധ്യത വിവിധ ബാങ്കുകൾ വരുത്തിയതും CSIയെ കൂപ്പുകുത്തിച്ചവനുമായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മയക്കൻ. അപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടറാണ് ബെനറ്റ് എബ്രഹാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഇദ്ദേഹം കർണാടക സ്വദേശികളിൽ നിന്നും 7.5 കോടി രൂപ വാങ്ങി. അത് തിരികെ നൽകാത്തതിനാൽ കർണാടക മല്ലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1ാം പ്രതിയായിട്ടുള്ള എബ്രഹാം ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ്. അവനെയാണ് ഇവിടെ വെളുപ്പിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിക്ക് കർണാടക ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ആ പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാക്കാത്തതിനാൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ കർണാടക പോലീസ് പ്രതിയായിട്ടുള്ള എബ്രഹാമിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് റെയ്ഡ് വരെ നടത്തിയത്. അതും ജനങ്ങൾ ആരും മറന്നിട്ടില്ല എന്നറിയാം. മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ വന്ന് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ഡ്രില്ലെടുക്കാതെ അടങ്ങിയിരിക്കുവാൻ കഴിയാത്ത മയക്കൻ്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, നാഴികയ്ക്ക് 40 വട്ടം ഓമനമാരുമൊത്ത് സുനാമി ഹാളിൽ മീറ്റിംഗ് നടക്കുന്ന അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഈ മയക്കന് ഇപ്പോൾ എങ്ങനെ അടങ്ങിയിരിക്കുവാൻ കഴിയുന്നു എന്നാണ് കാരക്കോണത്തെ ജീവനക്കാർ അടക്കം പറയുന്നത് എന്നുള്ളതാണ്. അവസാനം സഭ മനസ്സിലാക്കുന്നു ഈ വിജയദാഹിയായ ഫ്രോഡ് ഇല്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജ് അവസാനിക്കുകയില്ല എന്ന്. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു കേട്ടോ. ഓമനമാരെയും വിളിച്ചിരുത്തി മയക്കൻ ഇരുട്ടി വെളുക്കുവോളം സുനാമി ഹാളിൽ കൂട്ടം കൂടിയിരുന്നത് കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നില്ല എന്നും അർദ്ധശൂന്യവും അനാവശ്യവുമായിരുന്നുവെന്നും ഇപ്പോൾ തിരിച്ചറിവുണ്ടാകുന്നു ജീവനക്കാരിൽ ചിലർക്കെങ്കിലും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഈ കുലംകുത്തിയുടെ മറ്റു പ്രവർത്തികൾക്ക് കൂടിയാണ് എന്നുള്ള ജീവനക്കാരുടെ വാക്കുകൾ ഇപ്പോൾ 100% അർത്ഥവത്താവുകയാണ്. കഴിഞ്ഞ വർഷം ഈ കോളേജിന് MBBS അഡ്മിഷന് ലഭിച്ചത് 75 കോടി രൂപയാണ്. PG സീറ്റിന് ഏകദേശം 25 കോടിയും. അങ്ങനെ ആകെ ഒരു 100 കോടി. എന്നിരുന്നാൽ പോലും താഴ്ന്ന നിരക്കിൽ ശമ്പളം പറ്റുന്ന ജീവനക്കാർക്ക് പോലും ശമ്പളം മുടങ്ങാതെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഓരോ മാസാരംഭവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം ലഭിച്ചിരുന്നെങ്കിലെന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ജീവനക്കാരാണ് അധികവും ഇവിടെയുള്ളത്. എന്നാൽ വരുമാനമായി ലഭിക്കുന്നതിൽ സിംഹഭാഗവും ചെലവാക്കുന്നത് ഓമനമാർക്ക് അധിക വേതനം നൽകുന്നതിനാണ് എന്നുകൂടി പറയട്ടെ. ഇസ്രായേൽ ദേശത്ത് ഇസ്രായേൽ ജനങ്ങൾ അനുഭവിച്ച വേദനയുടെ തനിയാവർത്തനമാണ് ഇവിടെ കാരക്കോണത്തെ ക്ലീനിങ് സ്റ്റാഫിന് വരെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു സത്യമുണ്ട്. അത് ഇവൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അത്തരത്തിൽ ക്രൂരമായ പ്രവൃത്തികളിലൂടെ അഭിനവ ഫറോവനായ ഇവൻ്റെ ഹൃദയം കഠിനമാണ്. ഇവനെയാണ് നമ്മുടെ വലിയ പാരമ്പര്യം പറയുന്ന പത്രം പാടിപ്പുകഴ്ത്തുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. നടന്നു വന്ന വഴികളിൽ തളർന്നു വീഴാതെ മുന്നോട്ട് കുതിച്ചവൻ, പിന്നെ പിന്നിട്ട വഴികളിൽ നാഴികക്കല്ല് കണ്ടെത്തിയവൻ, അതും പോരാതെ വെല്ലുവിളികളെ തോൽപ്പിച്ച് വിജയഗാഥ രചിച്ചവൻ. രോമാഞ്ച പുളകിതരാകും ആരായാലും ഇങ്ങനെയൊക്കെ കല്ലുവച്ച നുണകളാണെങ്കിൽ കൂടിയും പടച്ചുവിടുമ്പോൾ. പക്ഷേ ഇവന്മാരെപ്പോലുള്ള 4-കിട ക്രിമിനലുകളെ ഇങ്ങനെ പാടിപ്പുകഴ്ത്താൻ ഒരല്പം ഉളുപ്പുണ്ടാകണ്ടേ? ഇതിന് കുടപിടിക്കുന്ന പത്രവും അതിൻ്റെ പ്രവർത്തകർക്കുമൊക്കെ ഒരല്പം ഉളുപ്പ്. കാരണം ഇവന്മാരെപ്പോലുള്ള കള്ളനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ 1 മാസം പറഞ്ഞാലും തീരില്ല ഇവൻ്റെയൊക്കെ തട്ടിപ്പിൻ്റെ കഥകളെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു പാടിപ്പുകഴ്ത്തൽ പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഒരു സപ്ലിമെൻ്റ് ഇപ്പോൾ പറഞ്ഞതൊക്കെ സത്യത്തിൽ പ്രഥമദൃഷ്ട്യാ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നുകൂടി പറയട്ടെ. ഇവിടെയാണ് ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരെ വെളുപ്പിക്കുവാനുള്ള വല്ലാത്ത ശ്രമം നടക്കുന്നത് ഈ മാധ്യമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നാവില്ലാത്തവരുടെ നാവാണ് ഈ പത്രമെന്നാണ് അറിഞ്ഞിരുന്നതും പറഞ്ഞിരുന്നതും. എന്നാൽ ഇന്ന് ഇതുപോലുള്ള തീവട്ടികളുടെ നാവെന്നായി മാറിയതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാട്ടുകോഴിയുടെ ഫീച്ചർ വന്നിരിക്കുന്നത്. അന്തരിച്ച K. സുകുമാരൻ്റെ മകൻ MS മണിയുടെ ഒരു പുസ്തകം കാട്ടുകള്ളന്മാർ, അത് നിരവധി അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയതായിരുന്നു. അത് ഈ വനം കൊള്ളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരള കൗമുദി പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മക റിപ്പോർട്ടിൻ്റെ പിന്നിലെ സൂത്രധാരൻ എന്ന് പറയപ്പെടുന്ന എഡിറ്ററായിട്ടുള്ള MS മണി തന്നെയായിരുന്നു. കാട്ടുകള്ളന്മാർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ട് അന്നത്തെ വനം മന്ത്രിയെ വരെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു. അത്ര വലിയ പാരമ്പര്യവും ക്രെഡിബിലിറ്റിയുമുള്ളൊരു പത്രമായിരുന്നു. അങ്ങനെ അധകൃതരുടെയും ആലംബഹീനരുടെയും ജിഹ്വയില്ലാത്തവരുടെ ജിഹ്വയായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരു പത്രം ഇന്ന് ഇതുപോലുള്ള കാട്ടുകള്ളന്മാർക്കും തീവട്ടിക്കൊള്ളക്കാർക്കും അഭയകേന്ദ്രമാകുന്നു. അങ്ങനെ വന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ലേഖനം. നിരവധി തട്ടിപ്പ് കേസുകളിലും ED കേസുകളിലും ക്രിമിനൽ കേസുകളിലും മുങ്ങി നടക്കുന്ന പ്രതിയായ മയക്കൻ
കള്ളൻ എന്ന പേരിൽ കൊച്ചുകുട്ടികൾക്ക് വരെ വളരെ കൃത്യമായി അറിയാവുന്ന ഈ ഗജ ഫ്രോഡിനെയാണ് ഇങ്ങനെ വലിയ പാരമ്പര്യമുള്ള പത്രം മഹത്വവൽക്കരിക്കുന്നത്. ഇവന്റെ പേരിൽ വന്നിട്ടുള്ള മാധ്യമ വാർത്തകൾ അടക്കം നമുക്കറിയാമല്ലോ. അത് ഞാൻ ആദ്യം കാണിച്ചതുമാണല്ലോ. അതുമാത്രമല്ല, ഇവന്റെ പേരിൽ എടുത്തിട്ടുള്ള നിരവധി കേസുകൾ, അതിൻ്റെ FIR ഇവയൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട് താനും. ഈ കാട്ടുകള്ളനെ കുറിച്ചാണ് പത്രം ഇങ്ങനെ വെളുപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ? ഇതാണോ മാധ്യമധർമ്മം? ഇതൊന്നും മാധ്യമധർമ്മമല്ല. ഇതൊക്കെ ഉപജീവനത്തിനായി പത്രസ്ഥാപനങ്ങൾ നിലനിൽപ്പനായിട്ട് മാനം വരെ വിറ്റുപോകുന്ന മാധ്യമവേശികളാകുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും പണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രസ്ഥാനമോ, അതുമല്ലെങ്കിൽ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്ന ഇടമുണ്ടല്ലോ, ഈ പ്രസ്ഥാനം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടം വല്ല ചന്തയ്ക്കോ മീൻ മാർക്കറ്റിനോ കൊടുക്കാവുന്നതായിരിക്കും നല്ലത് എന്ന് കൂടി പറയട്ടെ. അല്ലാതെ ഇതുപോലുള്ള കാട്ടുകള്ളന്മാരെയും തീവട്ടികളെയും ഗജ ഫ്രോഡുകളെയും വെളുപ്പിച്ച് സമൂഹത്തിലെ ഉന്നതന്മാരാണ് എന്ന് വരുത്തി തീർത്ത് ഈ മയക്കന്മാരുടെ ലക്ഷ്യങ്ങൾ വാങ്ങി അവരുടെ PR പണിയേക്കാൾ നല്ലതാണ് പാടത്തെ പണിയെന്ന് ഓർക്കുക. കേരളത്തിലെ മറ്റു പത്രങ്ങൾ മയക്കൻ്റെ പ്രസക്തിക്ക് വേണ്ടിയുള്ള PR പത്ര പരസ്യത്തെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോൾ ആണും പെണ്ണും കെട്ട കേരള കൗമുദി പത്രം 25 ലക്ഷം മയക്കൻ എഴുതിക്കൊടുത്ത പുകഴ്ത്തലിൻ്റെ പ്രസിദ്ധീകരണത്തിനായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പണം ഏതാണ് എന്നും എപ്രകാരം സ്വരൂപിച്ചതാണ് എന്നും CSI വിശ്വാസി സമൂഹം ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.